പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ആയിരുന്ന ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ച് കൊന്ന സംഭവം CBI അന്വേഷിക്കും. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബംഗാൾ പോലീസ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് CBI ഓഫീസർ DIG പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ 7-അംഗ സംഘം അന്വേഷണം ഏറ്റെടുത്തത്. തിങ്കളാഴ്ച പിടിയിലായ 3-അംഗ സംഘം ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണെന്ന നിർണായക വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശനിയാഴ്ച. കൃത്യം 3 ദിവസം മുൻപ് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് വീടിന് അല്പദൂരം മാത്രം അകലെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. പൊതുമധ്യത്തിൽ വെച്ചായിരുന്നു വെടിവയ്പ്. സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ജീവിതത്തിൽ നിർണായക സ്വാധീനമുള്ളയാളായിരുന്നു ചന്ദ്രനാഥ് രഥ്. ചന്ദ്രനാഥിന്റെ വാഹനത്തെ വെള്ളി നിറത്തിലുള്ള നിസാൻ മൈക്ര കാർ കൊണ്ട് തടഞ്ഞു നിർത്തിയ ശേഷം ബൈക്കിലെത്തിയ സംഘം വെടിയുതിർക്കുകയായിരുന്നു. പിന്നാലെ വന്ന വാഹനങ്ങൾ ഉപേക്ഷിച്ച് മറ്റു ചില വാഹനങ്ങളിൽ കൊലയാളി സംഘം കടന്നു കളഞ്ഞു. എന്നാൽ വിദഗ്ധമായ അന്വേഷണത്തിൽ പ്രതികൾ കടന്നുകളഞ്ഞ വാഹനം തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞത് അന്വേഷണത്തിൽ നിർണായകമായി. അതുകൊണ്ട് മാത്രമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അധോലോക ശൃംഖലയിൽപ്പെട്ട പ്രതികളെ കാലതാമസം കൂടാതെ പിടികൂടാൻ പോലീസിനായത്. തിങ്കളാഴ്ച രാവിലെ ഉത്തർപ്രദേശിലും ബീഹാറിലും ക്യാമ്പ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ക്രിമിനൽസിനെ പിടികൂടാൻ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ, അതും ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിലെ ഷാർപ്പ് ഷൂട്ടർമാർ അടക്കമുള്ള സംഘം വേണ്ടിവന്നു. പിടിക്കപ്പെട്ടവരെല്ലാം വലിയ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണ്. ഇവരിൽ പ്രധാനി വിശാൽ ശ്രീവത്സയാണ്. കൂടുതൽ അപകടകാരിയും. ഇയാൾ ഷാർപ്പ് ഷൂട്ടറാണ്. നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയാണ്. ആയുധം കൈവച്ചതിനും നിരവധി കേസുകളുണ്ട്. രാജ് സിംഗ്, മയങ്ക് മിശ്ര എന്നിവരാണ് കൊലയാളി സംഘത്തിലെ മറ്റു 2 പേർ. 8-ലധികം ആളുകൾ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളികളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ബീഹാറിലെ ബക്സറിൽ നിന്നും ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. 3 പ്രതികളെയും തിങ്കളാഴ്ച രാത്രി തന്നെ കൊൽക്കത്തയിലെത്തിച്ച് ബരാസാത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി ഇവരെ 13 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലപാതകികൾ ഉപയോഗിച്ച ബൈക്കുകളും നിസാൻ മൈക്ര കാറും മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങളാണ്. മമതയുടെ തട്ടകമായിരുന്ന ഭവാനിപ്പൂരിൽ പോയി അവരെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് തന്റെ കൂടെയുണ്ടായിരുന്ന യുവാവിനെ ആസൂത്രിതമായി കൊന്നുകളഞ്ഞതെന്ന് സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു. കൃത്യമായ അന്വേഷണം വേണമെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. കേസ് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് ബംഗാൾ പോലീസ് തന്നെയാണ് ശുപാർശ ചെയ്തത്. പ്രൊഫഷണൽ കില്ലേഴ്സായ അന്തർ സംസ്ഥാന ക്രിമിനൽ നെറ്റ്വർക്കുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നത് CBI അന്വേഷണം വേഗത്തിലാക്കാൻ കാരണമായി. DIG പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ 7-അംഗ സംഘം രൂപീകരിച്ച് ഇതിനകം ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.